ഹായ് ഹലോ ദ ഡെയിലി ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എവിടെ ഈ ഒരുങ്ങി കെട്ടിപ്പോന്നതെന്നായിരിക്കും അല്ലേ? ഞങ്ങളൊരു യാത്ര പോവാം. ഞങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാനും അല്ലുമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളൊരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഇതുവരെയും ശരി, അതിന് മുന്നേ ആർക്കാന്നല്ലേ ഞങ്ങൾ ഏട്ടനെ വിളിക്കാൻ പോവാം. ഏട്ടൻ ഇപ്രാവശ്യം കോഴിക്കോടാണ് വരുന്നത്. സാധാരണ ട്രിവാൻഡ്രത്താണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി വിളിക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്രാവശ്യം കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് ഇറങ്ങി അത് കഴിഞ്ഞ് ഇവിടെ കൊല്ലം എത്തുമ്പോഴത്തേക്ക് ഒരു ദിവസം ഫുള്ളങ്ങ് പോകത്തില്ല. അപ്പം അതിൻ്റെ ഒരു സങ്കടമായിരുന്നു. പിന്നെയും രാത്രിയാവും ഞാനിവിടെ എത്താനെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തു, ഞങ്ങളതൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. കാര്യം ഇത്രയും ദൂരം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരണ്ടേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ പറയാതെ സർപ്രൈസായിട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോൾ അങ്ങനെയല്ല ആദ്യം വിചാരിച്ചത് അവിടെ ചെന്ന് ഞങ്ങളെ അതുവരെ പറയണ്ട എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ അത് നടക്കത്തില്ല. കാര്യം ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നതല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ കളസനം പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നടക്കാൻ ഞങ്ങൾ ബസ് കയറി കൊല്ലത്തിറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് 8 മണിക്കുള്ള ട്രെയിനിലാണ്. അപ്പോൾ ഞാനപ്പോൾ ബസ്സിലിരുന്നാട്ടോ ഇങ്ങനെ ആലോചിച്ചത്. അപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇടയ്ക്ക് വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കാതിരിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം ടെൻഷനാവും. അതുകൊണ്ട് ഞാൻ ഓർത്തു വന്നാൽ പിന്നെ സ്റ്റേഷനിൽ ചെന്നിരുന്നിട്ട് പറയാം. അപ്പോൾ പിന്നെ തിരിച്ചു പോകാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങളങ്ങനെ യാത്രയിൽ അപ്പോഴാണ് ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്തത്, ശരി എന്നാൽ അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടക്കുക കേട്ടോ. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലത്ത് തന്നെ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനെത്തി. അപ്പം പ്ലാറ്റ്ഫോം 2-ലായിരുന്നു. അതൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കി ഞാനും അല്ലുവും കൂടെ അവിടെ പോയിരുന്നു. പക്ഷേ ഇത് ബസ്സിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇച്ചിരി നേരത്തെ ഇറങ്ങി, അഥവാ എവിടെയെങ്കിലും ബ്ലോക്കായി പോയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ സ്റ്റേഷനിൽ 6:30 ആയപ്പോൾ തന്നെ സ്റ്റേഷനിലെത്തി. പിന്നെ 8 മണി വരെ അവിടെ കട്ട പോസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് മേടിച്ചിട്ട് കയറി അതിനകത്ത് ട്രെയിനിലിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി ഇടയ്ക്ക് വെച്ച് കഴിച്ചിട്ട് വരുവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇതിനകത്ത് ഏറ്റവും വലിയ വിറ്റ് ഇതൊന്നുമല്ല. അല്ലുവിന് ഇതുവരെ അറിയത്തില്ല എവിടെ പോകാമെന്ന്. അല്ലുവും ഞാനും കൂടെ ടൂറ് പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തിനാ ഇപ്പോൾ ടൂറ് പോകുന്നത് എന്നൊക്കെ സംശയമൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണെന്നാൽ ശരി. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് ടൈം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഏട്ടനോട് പറയാം. ഇപ്പോഴാട്ടോ ഞാൻ അല്ലുവിനോട് പോലും പറയുന്നത് നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത്. പപ്പായെ വിളിക്കാനാണ് പോകുന്നതെന്ന് അവൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഒന്ന് ഗസ് ചെയ്തായിരുന്നു. 2-3 വട്ടം ഞാനിങ്ങനെ ചോദിച്ചു. ഇപ്പോഴാണ് ഞാൻ ആ സസ്പെൻസ് അങ്ങ് പൊളിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്ലുവിനത് ശരിയാണോ, ഈ അമ്മയല്ലേ പറയുന്നത്, അതുകൊണ്ട് പറ്റിക്കുകയായിരിക്കുമോ എന്നുള്ളൊരു ധാരണയിലൊക്കെ അല്ലു ഇങ്ങനെ ഇരിക്കുക. എന്തായാലും കാര്യം പറഞ്ഞപ്പോൾ അല്ലു ഹാപ്പിയായി. അപ്പോൾ ഇതുവരെയും സനയുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ സനയുടെ വീട്ടിൽ പോകാത്തത് കൊണ്ടുള്ള ഒരു മൂഡ് ഓഫൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അതങ്ങ് മാറി കിട്ടി കണ്ടോ. ഇപ്പം മുഖമൊക്കെ തെളിഞ്ഞത് കണ്ടോ. എന്തായാലും അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഏട്ടനോട് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും, ഞാൻ എന്താ ഒപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായിരിക്കും എന്നറിയത്തില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് വീഡിയോ കോൾ വിളിച്ചാട്ടോ പറഞ്ഞത്. എന്തായാലും അപ്പോൾ നിങ്ങളത് കണ്ടോ. ഞങ്ങൾ കോഴിക്കോട് വരുവാ. കോഴിക്കോട് ഏട്ടനെ വിളിക്കാം. കോഴിക്കോട് എവിടെ? എയർപോർട്ടില്ല. അയ്യോ, ടാക്സി ഒക്കെ മറ്റേർക്ക് പറഞ്ഞിട്ടുണ്ട്. മറ്റേ സാറും കേട്ടല്ലോ കൂടെ. സാറല്ലേ അതല്ലേ ഞാനത് ടാക്സി വെച്ചു പറഞ്ഞത്. എന്തിനാ ടാക്സി ബുക്ക് ചെയ്തത്? പക്ഷെ അത് ടിക്കറ്റ് കൺഫേം ആയില്ലായിരുന്നു. കള്ളിപ്പെണ്ണി കോഴിക്കോട് നിങ്ങൾ എയർപോർട്ടിൽ നിൽക്കും. മമ്മിയുണ്ടോ? ഞാനും എൻ്റെ മാത്രം. കൺഫേം ടിക്കറ്റാ? ഏത് ടിക്കറ്റ്? മലബാർ 8 മണി. ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തു 8 മണിക്കല്ലേ ഇറങ്ങുന്നത്. പക്ഷെ അത് 9:30-ക്കല്ലേ അവിടുത്തെ. ഞാൻ അത് ഓർത്തില്ല. അപ്പൊ ഞങ്ങൾ ട്രെയിനിലല്ലേ. അല്ല, അപ്പൊ കള്ള പറയേണ്ടി വരും. ഞാൻ വിചാരിച്ച 8 മണിക്ക് ഇറങ്ങൂന്ന് പറഞ്ഞില്ലേ. അപ്പൊ 8 മണിക്കല്ലേ ട്രെയിൻ. അപ്പൊ കുഴപ്പം വരത്തില്ല. അപ്പൊ ഇറങ്ങുമല്ലോ. അപ്പൊ അറിയത്തില്ലല്ലോ ഞങ്ങൾ ട്രെയിനിലാണോ അല്ലയോ എന്നുള്ളത്.
പക്ഷെ ഇത് 9:30-ക്കല്ലേ ഇറങ്ങൂ, അതുകൊണ്ടാ പറയേണ്ടി വന്നത്. പറയത്തില്ലായിരുന്നു. ഉണ്ട്. വൈകിട്ട് 6 മണിക്കാ നമുക്ക് കോഴിക്കോട് കറങ്ങാം. ടിക്കറ്റ് എടുത്തില്ലല്ലോ. പറ്റിപ്പ് മൊത്തം പറ്റിച്ച്. ഇത്രയും ദിവസം ടിക്കറ്റ് തരാതിരുന്നപ്പോഴും സംശയം തോന്നിയില്ലേ? അങ്ങനെ ഇനിയിപ്പോൾ മനസ്സമാധാനത്തിൽ പോകാം. മറ്റേതാകുമ്പോഴത്തേക്കേറ്റം വിളിക്കുമ്പോൾ എന്ത് എന്ത് കള്ളത്തരം പറയുമെന്ന് ആലോചിച്ചാൽ പോയി. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി. അപ്പം അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് കടകളൊന്നും, സ്റ്റേഷനകത്ത് ഇപ്പോൾ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോയി ചെറുതായിട്ടൊരു ഡിന്നറൊക്കെ കഴിച്ച്, മസാലദോശയായിട്ടോ കഴിച്ച്. മസാലദോശയൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ കട്ട പോസ്റ്റായിട്ടിരിക്കുക. അപ്പം 7:15 ആയപ്പോഴും അതൊക്കെ തന്നെ കഴിഞ്ഞ് പിന്നെയും കുറേ നേരം അവിടെ ഇങ്ങനെ ആയൊക്കെ നിന്ന് കഴിഞ്ഞപ്പം ട്രെയിൻ അപ്പോഴത്തേക്ക് വന്നു. 8:10 ആയപ്പോഴത്തേക്ക് മലബാർ വന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് മലബാറിൽ കയറി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് അല്ലുവിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വെളുപ്പിന് 4:15 ഞങ്ങൾ 4:45 ഞങ്ങൾ കോഴിക്കോട് എത്തി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഒരുപാട് വഴികളുണ്ട് നമ്മുടെ എയർപോർട്ടിൽ വരാനായിട്ട്. അപ്പം ഇതിനെല്ലാം മുന്നേ ഒരാൾ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട് കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോടുള്ള സോണിയ. അപ്പം അവളാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൊത്തം വന്ന് തിരക്കി എങ്ങനെ പോകാം, ഏതായിരിക്കും കുറച്ചും കൂടെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള വഴി പോകാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, പല വഴികളുണ്ട്. നമുക്ക് ഊബർ വിളിച്ച് പോകാം, കുഴപ്പമൊന്നുമില്ല. ഓട്ടോയ്ക്ക് പോകാം. ഇവിടുന്ന് 28 കിലോമീറ്ററാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ട് വരെ. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാം. അപ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും ഒറ്റയ്ക്കായതുകൊണ്ടും എളുപ്പ വഴി എന്ന് പറയുന്നത് ഒരു ഊബർ വിളിച്ചാൽ പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലോട്ട് പോകുമ്പോൾ ആ നാടൊക്കെ ഒന്ന് കാണണ്ടേ. അങ്ങനെ ഞാൻ ബസ് തന്നെ ആട്ടോ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ വരണം. അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നമ്മൾ പാലക്കാട് ബസ്സിലാണ് കയറേണ്ടത്. പാലക്കാട് ബസ്സിൽ നിന്ന് നമ്മളിപ്പം ഈ കൊല്ലത്തെ കണക്ക് പറയുകയാണെങ്കിൽ 28 കിലോമീറ്റർ ഏകദേശം നമ്മൾ തെക്കും ഭാഗത്തുനിന്ന് ഒരു കൊട്ടിയമൊക്കെ പോകുന്ന അത്രയും ദൂരമേ ഉള്ളൂ ബസ്സിൽ. അങ്ങനെ പാലക്കാട് ബസ്സിൽ കയറി. അപ്പം അല്ലു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ട്രെയിനിൽ വെച്ച് ഞങ്ങൾ ഫ്രഷ് ആയിരുന്നു. അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാര്യം 4:45 അപ്പം ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ ഇതില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അല്ലുവിനെ ഒന്ന് ഫ്രഷാക്കി ഞാനും അല്ലുവിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ഞാനും ഡ്രസ്സ് മാറ്റിയില്ല, ഞാൻ ഒന്ന് ഫ്രഷായി. അങ്ങനെ അവിടുന്ന് KSRTC ബസ്സിനകത്ത് വന്നു. അവിടുന്ന് പാലക്കാട് ബസ്സിൽ കയറി. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഒരു രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു 3/4 മണിക്കൂർ, ഒരു 45 മിനിറ്റ്സ് എടുത്തില്ല. 5 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു. നമ്മുടെ എന്താ പറയുക KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന്. അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെടുത്തായിരുന്നു കേട്ടോ ബസ്. പിന്നൊരു കൃത്യം 5:45 ആയപ്പോഴത്തേക്ക് എയർപോർട്ട് ജംഗ്ഷനിൽ ഞങ്ങൾ എത്തി. എയർപോർട്ട് ജംഗ്ഷനിൽ ഇപ്പോൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നായിരിക്കും അല്ലേ? അല്ല, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റും, ആരുടെയും സഹായമൊന്നും വേണ്ട എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എയർപോർട്ട് ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് ഇനി ഒരു 3 കിലോമീറ്റർ യാത്രയാണ്. ബസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ സോണിയ പറഞ്ഞത് ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പോകാൻ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ സമയമുണ്ട്, ബിക്കോസ് ഏട്ടന് ഫ്ലൈറ്റ് വരുന്നത് 7:50. പിന്നെ അവരുടെ അതിനകത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ പോയാലും ഒരു 45 മിനിറ്റ്സ് പിന്നെ എടുക്കും. അതുകൊണ്ട് പതുക്കെ പോയാൽ മതി. അവിടെ എപ്പോഴും ഓട്ടോ ഉണ്ട് താനും ആ ജംഗ്ഷനിൽ. അത് അപ്പോഴേ തന്നെ വലിയ ഒഴിഞ്ഞ് കിടക്കുന്ന സമയമൊന്നും അല്ലല്ലോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നല്ല അടിപൊളി കോഴിക്കോടൻ ഒരു ചായയൊക്കെ കുടിച്ചു. അവിടെ പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെ അല്ലു രാവിലെ ചായയൊന്നുമല്ല, സിപ്പപ്പാണ് കുടിച്ചത്. അറിയാം അത് ഹെൽത്തി അല്ല എന്നുള്ളത്, പക്ഷേ എന്ത് ചെയ്യാനാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാം നേരത്തെ പെട്ടെന്ന് എത്തി. അപ്പോൾ അവിടെ നിന്നൊരു 10 മിനിറ്റ് എടുത്തില്ല നമ്മുടെ എയർപോർട്ട് എത്താനായിട്ട്. അങ്ങനെ എയർപോർട്ട് എത്തി. ഇതാണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ഓട്ടോ അങ്കിളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓട്ടോ അങ്കിളാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഫ്രഷ് ആവാനായിട്ട് ഇവിടെ സ്ഥലമുണ്ട് എയർപോർട്ടിൽ തന്നെ.
അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളങ്ങനെ സേഫായിട്ടില്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞങ്ങളവിടെ സേഫായിട്ട് ആക്കിയിട്ട് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് പെട്ടെന്നായല്ലോ, 6:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫ്രഷ് ആവാനായിട്ട് വരാനൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ഫ്രഷ് ആവാനായിട്ട് വാഷ്റൂം പോയി. നല്ല വാഷ്റൂമായിരുന്നു കേട്ടോ, വാഷ്റൂമും നല്ലതായിരുന്നു, എയർപോർട്ടും. അപ്പോൾ ഈ യാത്ര ഭയങ്കര ഒരു മെമ്മറബിൾ ജേണിയാണ്. ബിക്കോസ് ഞാനും അല്ലുവും മാത്രം അങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. അല്ലുവിന് ഒരു രക്ഷയില്ല. അല്ലു അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിംഗ്, 9:30 ഏട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ഇതിപ്പോൾ ഞങ്ങൾ വന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നടക്കും. പക്ഷെ ഒരു രക്ഷയില്ല, പിന്നെയും വെയിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാം അല്ലുവിൻ്റെ ക്ഷമ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വാല്ലുമ്മ തിരിച്ചു പോകാം, നമുക്ക് പപ്പ വരുമ്പോൾ വരട്ടെന്ന് പറഞ്ഞു. ഇല്ലില്ല, പപ്പായെ വിളിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പിന്നെ ക്ഷമയുടെ നെല്ലിപ്പലക അല്ലു കണ്ടു. അത് കഴിഞ്ഞ് കുറേ നേരത്തെ വെയിറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ വന്നു. ഇതൊക്കെയല്ലേ ലൈഫിൽ ചെറിഷ് ചെയ്യേണ്ട മൊമെൻറ്റ്സ് എന്ന് തോന്നിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഇതൊക്കെ. അപ്പോൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തന്നെ അല്ലേ, പപ്പായെ കാണാൻ. അല്ലെങ്കിൽ പപ്പായ ഒരു ദിവസം ഫുള്ള്, പിന്നെയും ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ വെയിറ്റ് ചെയ്യണ്ടേ പപ്പായെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആയിക്കോട്ടെ, നമ്മുടെ ഭാഗത്തു നിന്നൊരു എന്തെങ്കിലും ഒരു എഫേർട്ട് വേണമല്ലോ നമ്മുടെ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിനി അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഏട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ, അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന സാറും ഉണ്ട്. അപ്പോൾ അവരും കാലിക്കട്ട് ഒന്ന് ഷോപ്പിംഗ് ഒക്കെ അവർക്കും ഉണ്ട്. സാറിൻ്റെ വൈഫും വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സാറിന് നേരത്തെ അറിയായിരുന്നു സാറിൻ്റെ വൈഫ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാര്യം, അപ്പോൾ ലഗേജൊക്കെ വെക്കണമല്ലോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മൾ റൂം എടുക്കാമെന്നാണ് വിചാരിച്ചത്. ബിക്കോസ് ഇതൊക്കെ ഒന്ന് വെക്കാനും ഒന്ന് ഫ്രഷ് ആവാനായിട്ടും. അങ്ങനെ റൂമൊക്കെ എടുത്തു. തൊട്ടപ്പുറത്തെടുത്തു, ആ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ബാക്കിൽ. അവിടെ നിന്ന് ഞങ്ങൾ റൂം എടുത്തു. ഇതൊക്കെ വെച്ച് ഞങ്ങളുടെ എന്താ പറയുക ലഗേജൊക്കെ അവിടെ വെച്ച് ഫ്രഷായി. അങ്ങനെ വീണ്ടും ഇറങ്ങി എന്തിനാണോ എന്തോന്നറിയാതെ നടക്കാം. അപ്പം ഓട്ടോ പിടിച്ച് നമ്മൾ കാലിക്കറ്റ് ആ മിഠായി തെരുവൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടക്കത്തില്ല. അതായത് നടക്കാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് ഓട്ടോക്കാരും നിർത്തുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു. പക്ഷെ അല്ലുവിനെ കൊണ്ട് നടക്കുന്നത് ഇമ്പോസിബിളാണ്. ബിക്കോസ് ആ വെയിലത്ത് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളൊരു വെള്ളമൊക്കെ മേടിച്ച് വെച്ചു കയ്യിൽ, കാര്യം അല്ലുവിന് ഇതൊക്കെ ആവശ്യം വരും. പക്ഷെ വിചാരിച്ച് അത്ര എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ബിക്കോസ് കൊച്ചു മക്കളെയും കൊണ്ട് നടന്നു പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല കോഴിക്കോട്. വെരി ഓണസ്റ്റ്ലി ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് കൊച്ചു പിള്ളേരെ കൊണ്ടൊന്ന് ഒറ്റയ്ക്ക് പോവുക, അല്ലെങ്കിൽ വണ്ടി ഉണ്ടാവുക, 2 വീലറെങ്കിലും വേണം. നടന്ന് കാണുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഹാപ്പി പ്ലേസ് തന്നെ ആയതുകൊണ്ട് ഉള്ളതൊക്കെ കറങ്ങി നടന്ന് കണ്ടു. പിന്നെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിയില്ല. ബിക്കോസ് അലുവ ആണെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ആരുമില്ല, ഞങ്ങൾ 3 പേരൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കറങ്ങി നടന്ന് കണ്ടു. അല്ലുവിനൊരു വാച്ചൊക്കെ മേടിച്ചു. അത് തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് അതാണ്. കാര്യം എന്താ മേടിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് കാണണമെന്നുണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ ബീച്ച് സൈഡൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കത്തില്ല. ബിക്കോസ് വൈകിട്ട് 6:30 ഞങ്ങളുടെ ട്രെയിൻ, 6 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ അതിന് മുന്നേ എന്താ പറയുക, ഒന്ന് കറങ്ങി കണ്ടിട്ട് തിരിച്ചു വരണം. പക്ഷേ അവിടുത്തെ ചൂടിനും അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്ന ഒരാൾ വേണമായിരുന്നു. കോഴിക്കോട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നവരല്ലേ, അപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കൂടെ വരാൻ ആരുമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് സോണിയായിരുന്നു. സോണിയ പറ്റുന്നത്രയും ഹെൽപ്പ് എന്നെ ചെയ്തു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തിരക്കിയതും ബസ്സിൻ്റെ കാര്യമൊക്കെ തിരക്കി തന്നത് എനിക്ക് സോണിയാണ്. അപ്പം പക്ഷേ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പറ്റിയില്ല. അറിയാലോ, നമ്മളിപ്പോൾ സ്കൂളിൽ അന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ദിവസം, അന്ന് സ്കൂൾ അടയ്ക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ മീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സാരമില്ല, ഇനിയും സമയമുണ്ട്, മീറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ ഞങ്ങൾ പോയി നല്ലൊരു ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു. പക്ഷേ ഹോട്ടലിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. അല്ലുവിന് വാച്ചൊക്കെ മേടിച്ചു. ഞങ്ങൾ പിന്നെ വൈകിട്ട് 6 മണിക്കത്തെ ട്രെയിനിന് തിരിച്ച് കൊല്ലത്ത് വന്നു കേട്ടോ. പക്ഷെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. പിന്നപ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് ടയേർഡായി, ഒരുപാട് അങ്ങ് എക്സോസ്റ്റഡ് എന്ന് പറയില്ലേ, അങ്ങനെയായി. അങ്ങനെ ഒരുവിധം ഞങ്ങളുടെ കോഴിക്കോടൻ സർപ്രൈസ് ട്രിപ്പ് ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതാണ്ട് ഹോട്ടലിൻ്റെ പേരെടുത്തില്ല. ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ.